എളുപ്പത്തിലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇനി കാണിക്കാവേ. അത് ഞാനൊരു 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ നമുക്കതിലോട്ട് ഒരു സ്പൂണ് പഞ്ചസാര. നമുക്ക് പിന്നെ വട്ടയപ്പം പാത്രത്തിൽ ഒഴിച്ച് വെക്കുമ്പോൾ ബാക്കി ചേർക്കാം, മധുരം നോക്കിയിട്ട്. ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ടാൽ മതി. അതുപോലെ പച്ചരിയുടെ കൂട്ടത്തിൽ തന്നെ തേങ്ങയും തിരുമ്മിയിട്ടിട്ടുണ്ടേ. ഒരു ചെറിയൊരു സ്പൂണ് ഈസ്റ്റ്, ആവശ്യത്തിന് ജീരകം, നമ്മുടെ ഒരു സ്പൂൺ മതി, ഒരു സ്പൂൺ ജീരകം, പിന്നെ 1 കപ്പ് ചോറ്. ഇത്ര ചെറിയൊരു കപ്പാണ്. എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. പഞ്ചസാരയും ജീരകവും ഈസ്റ്റും തേങ്ങായും പച്ചരി ചോറും എല്ലാം കൂടെ നമുക്ക് കുതിർത്ത പച്ചരിയുടെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 4 ഏലക്കായുടെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ചേർന്നു, അതും കൂടെ കൂട്ടി നല്ലപോലെ അരച്ചെടുക്കാം. നമ്മുടെ കൂട്ടെല്ലാം അരച്ചെടുത്തിട്ടുണ്ടേ. ഇതുപോലെ ഇത്രയും വെള്ളമായാൽ മതി. ഇതുപോലെ ഒരു കുറുകിയ പരുവത്തിൽ അരച്ച് ഒരു 12 മണിക്കൂർ പുളിക്കാൻ വയ്ക്കാം. നമുക്കിനി ഇത് മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് പുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര, നല്ല മധുരം വേണമല്ലോ. ഒരു ഉപ്പ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി 5 മിനിറ്റും കൂടി വയ്ക്കാവേ. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് അല്പം നെയ്യ് വരട്ടിയിട്ട് ഈ മാവ് നമുക്ക് കോരി ഒഴിച്ച് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് ആവിയേറ്റിയെടുക്കാം. ഇതുപോലെ പകുതി ഭാഗം പാത്രത്തിൽ മാവ് ഒഴിച്ച് വയ്ക്കണേ. ഇഡലി പാത്രത്തിലെ ആവി കയറാൻ വെച്ചിട്ടുണ്ട്. ഇനി മൂടി വയ്ക്കാം. ആവി ഒന്ന് വരാൻ തുടങ്ങുമ്പോൾ നെയ്യിൽ വറുത്ത ഒരു കപ്പലണ്ടി, 2 ഉണക്കമുന്തിരി ഇവ ഇങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം.